ഹായ്, നമുക്കിന്ന് ഇതുപോലൊരു പരിപ്പുവട തയ്യാറാക്കാം. നല്ല ടേസ്റ്റുള്ള പരിപ്പുവട തന്നെയാണ്. ഈ ഒരു കപ്പിന് ഒരു കപ്പും ഒരു അരക്കപ്പ് കൂടെ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തതാണ്. ഇതിനകത്ത് നമുക്കിനി കിഴുത്ത പാത്രത്തിലോട്ട് വെള്ളം മൊത്തം അങ്ങ് ഊറ്റിക്കളയണം. ശകലം പോലും വെള്ളം കാണരുത്. കണ്ടോ, ഇതുപോലെ വെള്ളം നല്ലതായിട്ട് അങ്ങ് കളയുക. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ചെറിയ തവി പരിപ്പ് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ സബോള അരിഞ്ഞെടുക്കാം. സബോളയോ ചെറിയുള്ളിയോ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില അതുപോലെ തന്നെ ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുത്തു. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്ക് മിക്സിക്കകത്തോട്ട് വെള്ളമൊന്നും ഒഴിക്കല്ല ഇനിയും. അതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഒത്തിരി അരിഞ്ഞു പോകല്ല, ഒരു 60% അരിഞ്ഞാൽ മതി. ഇത്ര അരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ അരിക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ തവിക്കകത്ത് ഞാൻ ശകലം പരിപ്പെടുത്ത് കുതിർത്ത പരിപ്പ് തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഞാൻ മാറ്റി വെച്ച പരിപ്പ്. അത് അതിനകത്തോട്ട് തന്നെ ഇടുക. എന്നിട്ട് ആ സബോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2 ചെറിയ ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ നല്ലതായിട്ട് തന്നെ അതങ്ങ് കുഴച്ചെടുക്കുക. ഇതുപോലെ തന്നെ അങ്ങ് കുഴച്ച് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. ഇതുപോലെ ചെറിയ ഉരുളയായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വലുതാകുമ്പം ചിലപ്പം വേകാനൊക്കെ ഇച്ചിരി പാട് കാണും. ഇതുപോലെ കൈയുടെ വെള്ളയിലോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുക. ഇത്രയും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്ന് അപ്പം നടുവശം ഇച്ചിരി പൊങ്ങിയിരിക്കും, സൈഡിങ്ങനെ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തിരിച്ചിടല്ലേ, ഇത് പൊടിഞ്ഞു പോകും. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ചെറുതാകുമ്പോൾ നല്ലതായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ പെട്ടെന്ന് മൂത്തും കിട്ടും, അകം വെന്തും കിട്ടും. ഒത്തിരി മൂത്ത് പോകണ്ട. ഏകദേശം തന്നെ ഈ ഒരു കളറൊക്കെ ആകുമ്പം തന്നെ നമുക്ക് തിരിച്ചിടാം. എന്നിട്ട് ചെറിയ ബ്രൗണിഷ് കളർ ആകുമ്പം തന്നെ നമുക്ക് ഒത്തിരി മൂപ്പിച്ചങ്ങ് എടുക്കണ്ട. പിന്നെ നമുക്ക് കോരി എടുത്ത് കഴിയുമ്പോഴും പിന്നെ ഇച്ചിരി കൂടെ ഒരു ബ്രൗൺ കളർ ആയി കിട്ടും കേട്ടോ. അപ്പം നമുക്ക് 2 സൈഡും നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ടോ വല്ല ടിഷ്യൂ പേപ്പർ വെച്ചൊരു പാത്രത്തിലോട്ടോ നമുക്കിതങ്ങ് എടുക്കാം. അപ്പോൾ എനിക്ക് 2 സെറ്റ് ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുത്തു. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട തന്നെയാണ്. നമുക്ക് 4 മണിക്കും ഒക്കെ എല്ലാ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റുള്ള പരിപ്പുവട തന്നെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.